ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇപ്പം നമുക്ക് വെക്കേഷൻ ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പി ആണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളുടെ സന്തോഷം ചെറുതായിട്ട് കളയുന്നൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 10th ഫൈനൽ എക്സാമിന് നമുക്ക് നല്ല സ്കോർ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് 10th കെമിസ്ട്രി ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ ക്ലാസ് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് കെമിസ്ട്രി വേൾഡ് ബൈ ആതിരാസാം എന്നാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ 10th കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്നതാണ്. ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. അപ്പം നമ്മൾക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ, സെക്കൻഡ് വൺ കെമിക്കൽ ഇക്വേഷൻ, തേർഡ് വൺ ബാലൻസിങ് ഇക്വേഷൻ ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. നമുക്കിതിനകത്ത് പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ, സെക്കൻഡ് വൺ കെമിക്കൽ ഇക്വേഷൻ, തേർഡ് വൺ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇതിൽ ഫസ്റ്റ് കണ്ടന്റായ കെമിക്കൽ റിയാക്ഷൻസ് എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടന്റിന്റെ പേര് കെമിക്കൽ റിയാക്ഷൻസ്. നിങ്ങൾക്ക് കെമിക്കൽ ചേഞ്ചിനെ പറ്റി അറിയാമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുന്നു മഗ്നീഷ്യം combined with oxygen, magnesium plus oxygen to form magnesium oxide. Magnesium combined with oxygen to form magnesium oxide. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇതെന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ മഗ്നീഷ്യവും ഓക്സിജനും എന്താണ്? മഗ്നീഷ്യവും ഓക്സിജനും റിയാക്ടൻസ് ആണ്. ഇവരെ നമ്മൾ എന്താ പറയുന്നത്? റിയാക്ടൻസ്. ഇവരെ നമ്മൾ പറയുന്നത് റിയാക്ടൻസ്. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേര് റിയാക്ടൻസ്. ഈ മഗ്നീഷ്യം ഓക്സൈഡ് എന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഡക്റ്റ്. മഗ്നീഷ്യം ഓക്സൈഡിനെ പറയുന്ന പേരെന്താണ്? പ്രോഡക്റ്റ്. അപ്പം ഈ മഗ്നീഷ്യവും ഓക്സിജനും കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കൂടിച്ചേർന്ന് നമുക്ക് കിട്ടിയ സാധനമാണ് എന്ത്? മഗ്നീഷ്യം ഓക്സൈഡ്. ഈ മഗ്നീഷ്യത്തിന്റെ സ്വഭാവമോ ഓക്സിജന്റെ സ്വഭാവമോ ആയിരിക്കത്തില്ല ആര് കാണിക്കുന്നത്? മഗ്നീഷ്യം ഓക്സൈഡ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രോപ്പർട്ടീസ്? എന്താണ്? റിയാക്ടന്റിന്റെയും പ്രോഡക്ട്സിന്റെയും എൻറ്റയർലി ഡിഫറൻറ്റ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു? കെമിക്കൽ ചേഞ്ചിൽ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ആണ്. എല്ലാ കെമിക്കൽ ചേഞ്ചസും എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് അതുമായി ബന്ധപ്പെട്ട് പറയാം. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. ഇത് റിവേഴ്സിബിൾ അല്ല. മീൻസ് ഈ മഗ്നീഷ്യം ഓക്സൈഡിനെ തിരിച്ച് നമുക്ക് എന്താക്കാൻ സാധിക്കില്ല? മഗ്നീഷ്യവും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇത് ഇറിവേഴ്സിബിൾ ആണ്. ഇനി മഗ്നീഷ്യം ഓക്സിജനും കൂടി ചേർന്ന് നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് ആണ് കിട്ടിയത്, മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പം ഒരു ന്യൂ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇതിന്റെ രണ്ടുപേരുടെയും പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പം നമുക്ക് 3 കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടീസ്, റിയാക്ടന്റിന്റെ പ്രോപ്പർട്ടീസും പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസും ഡിഫറൻ്റ് ആണ്. സെക്കൻഡ് വൺ ഇത് ഇറിവേഴ്സിബിൾ ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ന്യൂ പ്രോഡക്റ്റ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർമനന്റ് ചേഞ്ച് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എല്ലാ കെമിക്കൽ റിയാക്ഷൻസും അല്ലെങ്കിൽ എല്ലാ കെമിക്കൽ ചേഞ്ചസും എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പം ഇവിടെ മഗ്നീഷ്യവും ഓക്സിജനും എന്താണ്? റിയാക്ടൻസ്. അപ്പം മഗ്നീഷ്യം ഓക്സൈഡ് ഇവിടുത്തെ പ്രോഡക്റ്റ്. സബ്സ്റ്റൻസസ് പ്രസന്റ് ബിഫോർ ദ റിയാക്ഷൻ ആർ നോൺ ആസ് റിയാക്ടൻസ്. റിയാക്ഷന് മുമ്പേ ഉള്ള വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നു? റിയാക്ടൻസ് എന്ന് പറയുന്നു. റിയാക്ഷന് ശേഷം ഫോം ചെയ്യുന്നത് പ്രോഡക്റ്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാ കെമിക്കൽ ചേഞ്ചസും എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കാരണം ആ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും പ്രോപ്പർട്ടീസ് എന്താണ്? എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 വസ്തുക്കൾ കൂടി ചേർന്ന് പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നു. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കെമിക്കൽ ചേഞ്ചസും എന്ത് തന്നെയാണ്? കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പം കെമിക്കൽ ചേഞ്ച് എന്താണെന്നാ പറഞ്ഞത്? കെമിക്കൽ റിയാക്ഷൻസ് ആണ്. കെമിക്കൽ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് എന്ത് പറഞ്ഞത്? മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. ഈ കെമിക്കൽ റിയാക്ഷൻ എന്നതിനകത്ത് നമ്മൾ 4 പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ന്യൂ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്, പെർമനന്റ് ചേഞ്ച് ആണ്, ഇറിവേഴ്സിബിൾ ആണ്, പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ആരുടെ പ്രോപ്പർട്ടീസ്? റിയാക്ടന്റിന്റെയും
പ്രോഡക്റ്റിന്റെയും പ്രോപ്പർട്ടീസ് എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഇത്രയും കാര്യം നമുക്ക് എവിടെ പഠിക്കാനുള്ളൂ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പഠിക്കാനുള്ളൂ. അപ്പം ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, ഡെയിലി ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇത് ഞാൻ ആദ്യമായി എടുക്കുന്ന ഒരു ക്ലാസ് ആണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. എന്താണെങ്കിലും നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ അത് പരിഹരിച്ച് പോകാം. അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്